രാജ് ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഒരു കിടിലൻ ഓഫറുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഒരു 2.1 ആംപ്ലിഫയർ അസംബ്ലി ചെയ്യാനുള്ള 4 ബോർഡ് നമുക്ക് വെറും 555 രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അതും സൗണ്ട്ട്രോൺ എന്ന കമ്പനിയുടെ ഹൈ ക്വാളിറ്റി ബോർഡാണ്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് TDA 2030 IC വെച്ചുള്ള 2.1 ഓഡിയോ ബോർഡ്. ഇതിൽ 3 സെക്ഷനാണ്. 3 സെക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ സബിൻ്റെ സെക്ഷനായിട്ട് ഉപയോഗിക്കുന്നു. മറ്റാമത്തെ സെക്ഷൻ എന്ന് പറയുന്ന ലെഫ്റ്റ് സെക്ഷൻ, രണ്ടാമത്തെ സെക്ഷൻ റൈറ്റ് സെക്ഷൻ, അങ്ങനെ 3 സെക്ഷൻ. അത് 2.1 എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. 2 ചാനലും ഒരു സബ്ബാണ് വരുന്നത്. അപ്പോൾ 2 സബിന് വേണ്ടി നമ്മൾ TDA 2030 ബ്രിഡ്ജ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഓരോ ചാനലും 2030 സിംഗിളായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്റർ എല്ലാം കെൽട്രോൺ കമ്പനിയുടെ കപ്പാസിറ്ററാണ്. അതുപോലെ തന്നെ റെസിസ്റ്റർ എല്ലാം നല്ല വാട്സൺ കമ്പനിയുടെ റെസിസ്റ്ററാണ്. കൂടാതെ ഇതിൽ തന്നെ റെക്ടിഫയർ സെക്ഷനും ഉണ്ട്. നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സെക്ഷൻ ഡയറക്റ്റ് നമ്മൾ ഇതിൽ ഇൻപുട്ട് കൊടുത്താൽ മതി. ഏകദേശം 12 വോൾട്ട് മുതൽ 14 വോൾട്ട് വരെ ഡുവൽ സപ്ലൈയിലുള്ള ട്രാൻസ്ഫോമറാണ് നമുക്ക് ഇതിനാവശ്യം. കാരണം ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത് ഡുവൽ സപ്ലൈയിലാണ്, സിംഗിൾ സപ്ലൈ അല്ല. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ വാങ്ങുമ്പോൾ ഡുവൽ സപ്ലൈ ഉള്ള ട്രാൻസ്ഫോമർ നോക്കി തന്നെ വാങ്ങണം. സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ വാങ്ങണം. നല്ലൊരു ക്വാളിറ്റി ബോർഡ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ബോർഡിൻ്റെ ക്വാളിറ്റി. വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് നല്ലൊരു ക്വാളിറ്റിയുടെ സംഭവം ഉള്ളത്. അപ്പോൾ അതുമ്പോൾ തന്നെ നമ്മളെ കമ്പനിയുടെ പേരുണ്ട്, സൗണ്ട്ട്രോൺ എന്ന കമ്പനി. നല്ല ഹെവി ഹീറ്റ് സിങ്ക് ആണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ബാക്ക് ഭാഗം നോക്കിയാൽ നമുക്കറിയാം വളരെ ഫിനിഷിംഗ് ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ്. സോൾഡറിങ്ങും മറ്റുള്ള കാര്യങ്ങളാണ് ചെയ്തത്. പിന്നെ ഈ കാണുന്നതാണ് BT ബോർഡ്. ബാസ് ട്രിബിളിന് ഉപയോഗിക്കുന്ന ബോർഡാണ് BT ബോർഡ്. എല്ലാം 3 to 4 IC ഉപയോഗിച്ചിട്ടുള്ള BT ബോർഡാണ് ഇതിൽ. ഇതിന് വേണ്ട സപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് സിംഗിൾ സപ്ലൈ ആണ് വേണ്ടത്. 12 വോൾട്ട് സിംഗിൾ സപ്ലൈ. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ മെയിൻ ബോർഡിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതുള്ളൂ. നമുക്ക് എല്ലാ ബോർഡിലേക്കുള്ള കണക്ഷൻ നമുക്ക് ഈ മെയിൻ ബോർഡിൽ നിന്ന് തന്നെ സപ്ലൈ എല്ലാ ബോർഡിലേക്കും കണക്ട് ചെയ്യാം. കാരണം ഇതിൽ നമ്മൾ എല്ലാം 3 to 4 ഉപയോഗിച്ചുള്ള BT ബോർഡ് മാത്രമാണ് സിംഗിൾ സപ്ലൈ. ബാക്കി 2 ബോർഡും നമുക്ക് ഡുവൽ സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത്. അതായത് 2 സപ്ലൈ വേണം. അപ്പോൾ ഈ BT ബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ BT ബോർഡിൽ 2 സെക്ഷനായിട്ട് വരുന്നുണ്ട്. ഒന്ന് ബഫറിംഗ് സെക്ഷൻ വരുന്നുണ്ട്, രണ്ടാമത് BT സെക്ഷനും വരുന്നുണ്ട്. ഈ ബഫറിംഗ് സെക്ഷൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻപുട്ട് സിഗ്നലിനെ വളരെ കുറഞ്ഞ സിഗ്നലാണെന്നെങ്കിലും അതിനെ കൂട്ടിയെടുക്കാനാണ് ഈ ബഫറിംഗ് സെക്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൺട്രോൾ ഡയറക്റ്റ് ഇതിൽ തന്നെ വെച്ച് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. നമുക്ക് വയറിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് കൺട്രോൾ സ്റ്റീരിയോ കൺട്രോൾ നേരെ അതിലേക്ക് കറക്റ്റ് ഇറക്കി വെച്ച് തന്നെ നമുക്ക് സോൾഡർ ചെയ്യാം. കാരണം അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ ബോർഡ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ വയർ ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല. ഇതും അതുപോലെ തന്നെ കപ്പാസിറ്ററും റെസിസ്റ്ററും എല്ലാം നല്ല കമ്പനിയുടെ തന്നെയാണ്. കെൽട്രോൺ കമ്പനിയുടെ കപ്പാസിറ്ററും അതായത് വാട്സൺ കമ്പനിയുടെ റെസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം 3 to 4 IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് ഈ ബോർഡാണ് സബിൻ്റെ ഫിൽറ്റർ ബോർഡ്. LPS ലോ പാസ് ഫിൽറ്റർ ബോർഡാണിത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ എല്ലാം നല്ല ഒറിജിനൽ സാധനങ്ങൾ ചെയ്താണ്. കെൽട്രോണിൻ്റെ കപ്പാസിറ്ററും അതുപോലെ വാട്സൺ റെസിസ്റ്ററും ബോക്സ് കപ്പാസിറ്റർ അതുപോലെ ഫിലിപ്സ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം 27 വോൾട്ട് വരെ ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആംപ്ലിഫയറിന് ആ 2030 ബോർഡിൽ നമുക്ക് ഏകദേശം 12 വോൾട്ടാണ് കൊടുക്കുന്നത്. റെക്ടിഫയർ ചെയ്ത് വരുമ്പോൾ 14 വോൾട്ട് ആവും. മാക്സിമം 18 വോൾട്ട് വരെ നമുക്കത് റെക്ടിഫയർ ചെയ്ത വോൾട്ട് മെയിൻ ബോർഡ് താങ്ങുന്നുണ്ട്. അതുപോലെ ഈ ഫിൽറ്റർ സെക്ഷനിലേക്ക് നമുക്ക് വേണ്ടത് 12 വോൾട്ട് ഡുവൽ സപ്ലൈ ആണ്. അതും നമുക്ക് ആ മെയിൻ ബോർഡിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എടുക്കാവുന്നതാണ്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള കോമ്പൗണ്ട്സാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. PCB നല്ല ക്വാളിറ്റിയുള്ള PCB ആണ്. അടുത്തതായിട്ട് ഈ കോംബോ ഓഫറിൻ്റെ കൂടെ ഗെയിനർ ബോർഡാണുള്ളത്. ഗെയിനർ ബോർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് സിഗ്നലിനെ ഓഡിയോ സിഗ്നലിനെ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സർക്യൂട്ടാണ് ഗെയിനർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ട സപ്ലൈ എന്ന് പറയുന്നത് ഡുവൽ സപ്ലൈ ആണ് വേണ്ടത്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഓഡിയോസിനെ വളരെ വീക്ക് സിഗ്നലിനെ നമുക്ക് കൂടിയ സിഗ്നലാക്കി എടുക്കാനാണ് ഈ ഗെയിനർ ബോർഡ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ബോർഡും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ബോർഡ് തന്നെയാണ് ഈ ഗെയിനർ ബോർഡ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ വരുന്ന മിക്ക USB ബോർഡിലും ഓഡിയോ സിഗ്നൽ വളരെ കുറവായിരിക്കും.
അപ്പോൾ അതിനൊരു പരിഹാര മാർഗ്ഗമായിട്ടാണ് ഈ ഗെയിനർ ബോർഡ് കൂടെ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ബോർഡാണ് നിങ്ങൾക്ക് വെറും 555 രൂപയ്ക്ക് ലഭിക്കുന്നത്. അതും ഒരു ന്യൂ ഇയർ ഓഫറായിട്ടാണ് ഇത് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോർഡ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ബോർഡ് നിങ്ങൾ എവിടെയാണോ അവിടേക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷോപ്പ് കോഴിക്കോടാണ്, കാലിക്കറ്റാണ്, സ്റ്റേഡിയം ജംഗ്ഷനിൽ ഹോട്ടൽ റഹ്മത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. മലബാർ LED ഹൗസിൻ്റെ ബാക്ക് ഭാഗത്താണ് നമ്മുടെ ഈ സൗണ്ട്രോൺ എന്ന ഷോപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നേരിട്ട് പോയാലും ഈ ബോർഡ് ലഭിക്കുന്നതാണ്. ഇനി ദൂരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ താങ്കൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും തൊട്ടടുത്ത വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് തൊട്ടടുത്ത് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഐക്കൺ ഉണ്ട്, അതുകൊണ്ട് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഗുഡ് ബൈ.